ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത സമയം നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വെള്ളമീൻ കുരലി എന്നൊക്കെ അറിയപ്പെടുന്ന മീൻ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഡേറ്റ് 23 ഏപ്രിൽ 23 അപ്പം 8000 രൂപയുടെ കുരലി മീനിൻ്റെ ലേലവിളിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ പോകുന്ന മുൻപേ ആ മീനിലേക്ക് ലേലവിളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടിച്ചൂര വള്ളക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുട്ടിച്ചൂര വലയ്ക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. ചില വള്ളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തിൽ ആ വലയിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ടും കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ വലയുമായിട്ട് വലിച്ചിട്ടും കൊണ്ടുവന്നവരുണ്ട്. ആ വലയിൽ നിന്നൊക്കെ കുട്ടിച്ചൂരയൊക്കെ എടുത്തു മാറ്റുന്ന ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാർ കാണാം കേട്ടോ. കുട്ടിച്ചൂര വലയിൽ നിന്നൊക്കെ വലയിൽ നിന്ന് കുട്ടിച്ചൂരയൊക്കെ എടുത്തു മാറ്റുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇത് വലയോട് കൂടി തന്നെയാണ് കേട്ടോ ലേലം കഴിഞ്ഞിരിക്കുന്നത്. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലയിൽ നിന്ന് അടിച്ചു മാറ്റിയതിന് ശേഷം ഇതിനെ എണ്ണി കൊടുക്കും കേട്ടോ. ഇത് കമ്പനിക്കാരാണ് എടുത്തിട്ടുള്ളത്. ഈ വലയിൽ കിടക്കുന്ന അത്ര മീനും അവർ ലേലം ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വള്ളക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് അഴിച്ചു മാറ്റി അവർക്ക് എണ്ണി കൊടുക്കും കേട്ടോ, അവർ പറഞ്ഞ ആ വിലയ്ക്ക്. വേറെയും ഒരുപാട് വള്ളക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുട്ടിച്ചൂരമായിട്ടൊക്കെ ഒരുപാട് വള്ളക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 23 10:30 മണി കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില വള്ളക്കാർ കുട്ടയിൽ എണ്ണി എടുക്കുന്നുണ്ട്. ഇതാണ് എണ്ണി എടുക്കുന്നത്. 100 കുട്ടിച്ചൂരമാണ്. ഇത് വലയിലുള്ള കുട്ടിച്ചൂരായത് കാരണം കുറച്ച് വില കുറവാണ് കേട്ടോ. കടപ്പുറ വില തന്നെ ഏകദേശം 20-25 രൂപയ്ക്ക് വില പോകുന്നുണ്ട് കേട്ടോ. ഇനി പറയാൻ പറ്റത്തില്ല, വള്ളക്കാരൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്നും പറയാൻ പറ്റത്തില്ല. ഈ കാണുന്ന വള്ളക്കാരെല്ലാം കുട്ടിച്ചൂരമായിട്ട് വന്ന വള്ളക്കാർ തന്നെയാണ്. അതുപോലെ ചെറിയ ചെറിയ ഫൈബർ വള്ളക്കാർ വരുന്നുണ്ട്. അവർക്ക് ചെറിയ നവര മീൻ, വെള്ളക്ലാത്തി അങ്ങനത്തെ മീനൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴേ മാക്സിമം ഒരു വൈകുന്നേരം ഒരു 3-4 മണി കഴിഞ്ഞാൽ മീനൊക്കെ വളരെ കുറവാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത്. ഇപ്പോൾ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 3-3:30 മണി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപേ വരാനുള്ള കൂട്ടുകാരാണെങ്കിൽ വരാൻ നോക്കണം. അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ കടപ്പുറ വിലയായിരുന്നാലും അതിന് പുറമേയുള്ള ചിലവും കാര്യങ്ങളൊക്കെ കൂടെ നമ്മുടെ കൂട്ടുകാരൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ കച്ചവടക്കാരോട് ബാർഗിൻ ചെയ്യാനായിട്ട്.